ശമൂവേലിൻ്റെ ഒന്നാം പുസ്തകം 2-ാം അധ്യായം 30-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു വാക്യമാണ് നാം ഇവിടെ വായിച്ചത്. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കുന്നത് എങ്ങനെയെന്ന് ശമൂവേലിൻ്റെ ചരിത്രത്തിലൂടെയും ദൈവത്തെ നിന്ദിക്കുന്നവരെ ദൈവം എങ്ങനെയാണ് നിന്ദിക്കുന്നതെന്ന് ഏലിപുരോഹിതൻ്റെ കുടുംബത്തിലൂടെയും കാണിച്ചു തരുന്ന ഒരു പുസ്തകമാണല്ലോ ശമൂവേലിൻ്റെ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ ആരംഭ അധ്യായത്തിൽ തന്നെ മക്കളില്ലാതിരുന്ന ഹന്നയ്ക്ക് ദൈവസന്നിധിയിൽ അവൾ ഹൃദയം പകർന്നപ്പോൾ ദൈവം സമ്മാനിച്ച മകനായ ശമൂവേലിനെ കാണിച്ചു തരികയാണ്. ഈ ഭാഗം വായിച്ചപ്പോൾ വാസ്തവത്തിൽ ഈ കാലത്തേക്കുള്ളൊരു ദൂതാണോ ഇത് എന്ന് ഞാൻ ചിന്തിക്കാതിരുന്നില്ല. കാരണം ഈ കാലത്ത് വളരെയധികം ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മുൻപെങ്ങും ഇല്ലാത്ത വിധം ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ ധാരാളം ഉണ്ടായി വന്നിരിക്കുന്നു. കാരണം എന്താണ്? മക്കളില്ലാത്ത ദമ്പതികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. ഒരു 10-40 വർഷം മുൻപ് ഇങ്ങനെയുള്ള ക്ലിനിക്കുകളൊന്നും കേട്ടുകേഴ്വി പോലും ഇല്ലായിരുന്നു. എന്നാൽ ഈ കാലത്ത് സർവ്വസാധാരണമായി ഇത് കാണപ്പെടുകയാണ്. മക്കളില്ലാത്ത ദമ്പതികൾ ഹന്നയെ നോക്കുക, അവരെന്താണ് ചെയ്തത് എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടുന്നതായൊരു കാര്യമാണ്. അവർ ദൈവസന്നിധിയിൽ ചെന്ന് അവരുടെ ഹൃദയം പകരുവാനായിട്ടിടയായി. 1 ശമൂവേൽ 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം കാണുന്നത് അവൾ ദൈവത്തോടൊരു ഉടമ്പടി ചെയ്തു എന്നുള്ളതാണ്. ആ ഉടമ്പടി എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി അവൾക്കറിയാം. അവൾ പിൽക്കാലത്ത് അതേപോലെ തന്നെ ചെയ്തു എന്നുള്ളതും നാം കുറിക്കൊള്ളേണ്ടുന്നതായ കാര്യമാണ്. പലരും ദൈവസന്നിധിയിൽ ഉടമ്പടികൾ ചെയ്യാറുണ്ട്. എന്നാൽ പല കാര്യങ്ങളും ലഭിച്ചു കഴിഞ്ഞതിന് ശേഷമായി ദൈവത്തോട് ചെയ്ത ഉടമ്പടികളൊക്കെ മറന്നുപോവുക പതിവാണ്. അതുതന്നെ നമ്മുടെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യമാണ് എന്നുള്ളതും നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ശമൂവേലിൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ അവനെ ശീലോവിൽ യഹോവയുടെ സന്നിധിയിൽ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുചെന്നു. അവിടെ അവനെ ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി അവിടെ ആക്കി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അത്രമാത്രം ദൈവ കാര്യങ്ങളെ ഏറ്റവും മാനിച്ചിരുന്ന കുടുംബമായിരുന്നു എൽക്കാനയുടെ കുടുംബം അല്ലെങ്കിൽ ഹന്നയുടെ കുടുംബം എന്നുള്ളത് വളരെയേറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇനി ഹന്നയെ നോക്കുക. അവൾ ദൈവസന്നിധിയിൽ ചെയ്ത ഉടമ്പടിക്ക് അനുസരണമായി ദൈവം ദാനമായി നൽകിയ മകനെ തൻ്റെ പ്രായത്തിൻ്റെ ആ കൃത്യസമയത്ത് തന്നെ ശീലോവിൽ യഹോവയുടെ ആലയത്തിൽ സമർപ്പിച്ചു. സമർപ്പിച്ചതിന് ശേഷം അവൾ ചെയ്തതെന്താണ്? ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. അവൻ്റെ അമ്മ ആണ്ടുതോറും ഒരു ചെറിയ അങ്കി ഉണ്ടാക്കി തൻ്റെ ഭർത്താവിനോട് കൂടെ വർഷാന്തരയാഗം കഴിപ്പാൻ വരുമ്പോൾ അവന് കൊണ്ടുവന്ന് കൊടുക്കും. തൻ്റെ മകനെ സംബന്ധിച്ചുള്ള അമ്മയുടെ കാഴ്ചപ്പാട് എത്ര വലുതാണ്! ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന തൻ്റെ മകൻ ഏത് തരത്തിലുള്ള വേഷം ധരിക്കണം എന്നുള്ളത് പോലും ആ മാതാവ് പരിഗണിച്ചിരുന്നു. അത്രമാത്രം അവൻ്റെ ശുശ്രൂഷയെ സംബന്ധിച്ച് ആ മാതാവിന് വളരെ വലിയ കൺസേൺ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നാം 18-ാം വാക്യത്തിൽ വായിക്കുന്നത്, ശമൂവേൽ എന്ന ബാലനോ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച് യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു പോന്നു. മകനെ ശീലോവിൽ കൊണ്ടുചെന്ന് ശുശ്രൂഷയ്ക്കാക്കിയതിന് ശേഷം ഈ ഹന്ന എന്താണ് ചെയ്യുന്നത്? 1 വർഷം മുഴുവനും അവൾ ഒരു വലിയ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ആ ജോലി? ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന തൻ്റെ മകന് വേണ്ടിയുള്ളതായ ഒരങ്കി നെയ്തെടുക്കുന്ന ജോലിയാണ്. ശ്രമകരമായ ജോലി തന്നെയാണ്. അങ്ങനെ 1 വർഷം കൊണ്ട് അവൾ ഒരു പുതിയ അങ്കി നെയ്തെടുക്കുന്നു. ആ അങ്കി വർഷാന്തരയാഗം കഴിപ്പാൻ ചെല്ലുമ്പോൾ തൻ്റെ മകനെ അണിയിക്കുന്നു. നോക്കുക, തൻ്റെ മകൻ ശുശ്രൂഷയുടെ മുൻപാകെ നിൽക്കുമ്പോൾ ഇന്ന നിലയിൽ നിൽക്കണം എന്നുള്ളത് ആ മാതാവ് നന്നായി കണക്കാക്കിയിരുന്നു. അതിനനുസരണമായിട്ടുള്ള കാര്യങ്ങൾ അവൾ തന്നെ അവന് വേണ്ടി ഒരുക്കിക്കൊണ്ട് കൊടുക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ മാതാക്കൾക്ക് മക്കളെ സംബന്ധിച്ചുള്ളതായ കൺസേൺ എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ ഇന്നത്തെ കാലത്തുള്ള വേഷവിധാനങ്ങളെപ്പറ്റി ചിന്തിച്ചു പോവുകയാണ്. പ്രത്യേകിച്ച് വിവാഹ ശുശ്രൂഷകളും മറ്റും നാം നോക്കുമ്പോൾ അവിടെ വളരെ വലിയ ഫാഷൻ പരേഡായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ പ്രിയമുള്ളവരെ? ചില നാളുകൾക്ക് മുൻപ് കേരളത്തിലെ പ്രസിദ്ധമായ ചില ക്രൈസ്തവ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷകളിൽ സംബന്ധിക്കാനിടയായി തീർന്നു. ആ സമയത്ത് കാണുവാൻ സാധിച്ചതായ ഒരു കാര്യം ഈ ശുശ്രൂഷകളിൽ സംബന്ധിക്കുന്ന ആളുകളുടെ വേഷവിധാനങ്ങളിലെ വ്യത്യസ്തതയാണ്. വാസ്തവത്തിൽ വസ്ത്രം ധരിക്കുന്നത് നഗ്നത മറയ്ക്കാനാണെങ്കിൽ ഈ കാലത്ത് വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൊണ്ട് നഗ്നത പ്രദർശിപ്പിക്കുവാനും സാധിക്കും എന്ന് തെളിയിച്ചിരിക്കുന്നു.
ഒരു സമൂഹത്തിൽ ഏറ്റവും പെട്ടെന്ന് സ്വാധീനിക്കുവാൻ കഴിയുന്നത് ആ സമൂഹത്തിലെ കുട്ടികളെയാണ്. അതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ കുട്ടികളെ ധാരാളമായി അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. മാത്രമല്ല, ഏതൊരു പുതിയ ഫാഷനും ആദ്യമായി കുട്ടികളിലാണ് പരീക്ഷിക്കപ്പെടുന്നത്. അത് വേഷവിധാനങ്ങളായിരുന്നാലും ഹെയർ സ്റ്റൈലായിരുന്നാലും എല്ലാം കുട്ടികളിലാണ് ആദ്യമായി പരീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ മാതാക്കൾ തങ്ങളുടെ മക്കളെ സംബന്ധിച്ച് എത്രമാത്രം ജാഗ്രതയുള്ളവരായിരിക്കണം എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഓരോ ദിവസത്തെയും വാർത്താമാധ്യമങ്ങളിലൂടെ നാം കാണുന്നത് സ്വാധീനിക്കപ്പെട്ട നിരാലംബരായ കുട്ടികളുടെ ദീനരോധനങ്ങൾ മാത്രമാണ്. ഈ കാലത്ത് ഇതിങ്ങനെയാണെങ്കിൽ ശമൂവേൽ ജീവിച്ചിരുന്നതായ കാലഘട്ടത്തിൽ മറ്റൊരു രൂപത്തിൽ ഒരുപക്ഷെ ഈ സ്വാധീനം അവിടെ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാകണം ശമൂവേലിൻ്റെ അമ്മ 1 വർഷമെടുത്ത് തൻ്റെ മകൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ധരിക്കുന്നതിന് വേണ്ടിയുള്ള പഞ്ഞിനൂൽ കൊണ്ടുള്ള ഒരങ്കി അവന് വേണ്ടി നെയ്തുണ്ടാക്കി ഓരോ വർഷവും അവനെ അത് ധരിപ്പിച്ചത് എന്ന് കരുതുന്നതിൽ തെറ്റില്ല. ഇത് അമ്മമാർക്ക് വേണ്ടിയുള്ള ദൂതായി ഇന്ന് രാവിലെ നൽകുകയാണ്. രണ്ടാമതായി, കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നവരോടുള്ള ഒരു ദൂത് ദൈവാത്മാവ് നമുക്ക് നൽകുന്നത് 3-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ശമൂവേൽ ബാലൻ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ഇതോട് ചേർത്ത് വായിക്കേണ്ടുന്ന മറ്റൊരു വാക്യം 3-ാം അധ്യായം 7-ാം വാക്യമാണ്. അതിങ്ങനെയാണ്: ശമൂവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞില്ല, യഹോവയുടെ വചനം അവന് അന്നുവരെ വെളിപ്പെട്ടതുമില്ല. നോക്കുക, യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന ശമൂവേൽ ബാലൻ യഹോവയെ അറിയാതെ, യഹോവയുടെ വചനം വെളിപ്പെടാതെ ശുശ്രൂഷിച്ചു എന്നുള്ളത് വാസ്തവത്തിൽ നാം ചിന്തിക്കേണ്ടുന്നതായ ഒരു കാര്യമാണ്. ശമൂവേൽ ബാലനായിരുന്നതുകൊണ്ടും യഹോവയുടെ വചനം ആ കാലത്ത് ദുർലഭമായിരുന്നതുകൊണ്ടും ചില പ്രത്യേകമായ സമയങ്ങളിലാണ് ദൈവം അങ്ങനെയുള്ളവർക്ക് വെളിപ്പെട്ടിരുന്നത് എന്നുള്ളത് കൊണ്ടും തൽക്കാലം ശമൂവേൽ ബാലനെ അങ്ങോട്ട് മാറ്റി നിർത്താം. കാരണം പിന്നീട് ദൈവം അവന് വെളിപ്പെട്ടു, ദൈവവചനം അവന് സുലഭമായി ലഭിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ശമൂവേലിനെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്താം. എന്നാൽ ഈ കാലത്ത് അനേകർ യഹോവയായ ദൈവം ആരാണെന്നറിയാതെയും യഹോവയുടെ വചനം വെളിപ്പെടാതെയും യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നവരായിട്ടുണ്ട് എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു വസ്തുതയാണ്. ശുശ്രൂഷകൾ 2 തരത്തിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, ബുദ്ധിയിൽ നിന്നുള്ളതായ ശുശ്രൂഷയുണ്ട്. രണ്ടാമത്, ആത്മാവിൻ്റെ ശുശ്രൂഷയുണ്ട്. നാം സാധാരണയായി ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളിലൂടെയും, പാട്ടായിരുന്നാലും പ്രാർത്ഥനയായിരുന്നാലും പ്രബോധനമായിരുന്നാലും വചനധ്യാനമായിരുന്നാലും മറ്റെന്തെല്ലാം ശുശ്രൂഷകളായിരുന്നാലും അതിലൂടെ എല്ലാം നാം പൊതുലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് ആത്മാവിൻ്റെ ശുശ്രൂഷയാണോ അതോ ബുദ്ധിയിൽ നിന്നുള്ള ശുശ്രൂഷയാണോ എന്നുള്ളത് തന്നെയാണ്. ചുരുക്കത്തിൽ, നാം എന്ത് ശുശ്രൂഷ ചെയ്തിരുന്നാലും ബുദ്ധിയിൽ നിന്നുള്ള ശുശ്രൂഷയല്ല നമുക്ക് ആവശ്യം, ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. അത് പൊതുലോകത്തിൻ്റെ മുൻപാകെ വെളിപ്പെട്ടു വരുന്ന കാര്യമാണ് എന്നുള്ളത് കൂടെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 3 പ്രാവശ്യം ശമൂവേലിനെ ദൈവം വിളിച്ചിട്ടും യഹോവയായ ദൈവം ശമൂവേലിൻ്റെ അരികിലേക്ക് വരാതിരുന്നതിൻ്റെ കാരണം എന്തായിരിക്കാം? വിളിച്ചതാരെന്ന് തിരിച്ചറിയുവാൻ ശമൂവേലിന് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ നാളിതുവരെയുള്ള ഓരോ ദിവസവും പരിശോധിച്ചാൽ എത്രയോ പ്രാവശ്യം ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ട്. പലപ്പോഴും ആ വിളി തിരിച്ചറിയുവാൻ നമുക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ദൈവശബ്ദം കേൾക്കുവാൻ നമുക്കിടയായിട്ടില്ല എന്നുള്ളത് നാം സമ്മതിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകമായ ചില സന്ദർഭങ്ങളിൽ കർത്താവ് നമ്മുടെ അരികിലേക്ക് വന്ന് നമ്മെ വിളിക്കുന്ന ശബ്ദം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ, ഒരുപക്ഷെ രോഗിയായിരിക്കുമ്പോൾ, ക്ഷീണത്തിലായിരിക്കുമ്പോൾ, അല്ല സന്തോഷത്തിലായിരിക്കുമ്പോൾ, പ്രത്യേകമായ പല സന്ദർഭങ്ങളിലും കർത്താവ് നമ്മുടെ അരികിലേക്ക് വന്ന് നമ്മെ വിളിക്കുന്നു. യഹോവയായ ദൈവമേ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ ശബ്ദത്തെ സ്വീകരിക്കുവാനും തിരിച്ചറിയുവാനും നമുക്കിടയായി തീരട്ടെ. ഇന്നത്തെ ദിവസം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാ നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ശമൂവേലിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച ആത്മീയ പാഠങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരു മാതാവ് എങ്ങനെയാണ് തൻ്റെ മകനെ ആത്മീയ ശുശ്രൂഷയുടെ മുൻപാകെ നിർത്തിയതെന്നും 1 വർഷം മുഴുവനും ആ മകന് വേണ്ടിയുള്ളതായ അധ്വാനങ്ങൾ ചെയ്തത് എന്തൊക്കെയാണെന്നും ഞങ്ങൾ ചിന്തിച്ചു. കർത്താവേ, അപ്പോസ്തലൻ പറയുന്നത് പോലെ എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നത് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല എന്ന് പറയുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
അതുപോലെ അവിടുത്തെ അറിഞ്ഞുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവെ, അവിടുത്തെ ശബ്ദം തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ അരികിലേക്ക് വന്ന് അവിടുന്ന് വിളിക്കുമ്പോൾ യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ അവിടുത്തെ വചനത്തെ സ്വീകരിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അവിടെ അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തരണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. Party to get down.